യു സ്ലെപ്റ്റ് വിത്ത് മീ, നീ എൻ്റെ കൂടെ കിടന്നു. ആര്യൻ റെന ഫാത്തിമയോട് ഇന്നലെ പറഞ്ഞ ഒരു ഡയലോഗാണിത്. നിങ്ങൾ ആലോചിക്കണം, ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ഏത് തരത്തിലാണെങ്കിലും ഈ ഒരു ഡയലോഗ് അടിച്ചാൽ അത് മോശം തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്നലെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, കൂടാതെ ഇന്നലെ പകല് ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തു നിന്നൊക്കെ പിക്ക് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ആദ്യമേ തന്നെ ഇന്നലെ എപ്പിസോഡിൽ നമ്മളെ കാണിക്കുന്നത് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും തുള്ളിച്ചാടി കഴിയുമ്പോഴത്തേക്ക് നൂറയെടുക്കെ തലേ ദിവസം ആര്യൻ കാണിച്ച തെമ്മാടിത്തരത്തെ പറ്റി പറയുന്ന റെനയാണ്. റെന പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടത്, റെന ഫാത്തിമ ആര്യൻ്റെ ബെഡിൽ കയറി കിടക്കുന്നു. ആര്യൻ റെനയുടെ ദേഹത്ത് തൊട്ടു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ റെന കിടക്കുമ്പോൾ റെനയുടെ പുറത്തോട്ട് വന്ന് ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ കൈവച്ച് ആര്യൻ നിപ്പുണ്ട്. ഒരു സ്ത്രീ കിടക്കുമ്പോൾ ആ സ്ത്രീയുടെ ദേഹത്ത് അങ്ങനെ ഒരു പുരുഷൻ കാണിച്ചാൽ ആ സ്ത്രീ അൺകംഫർട്ടബിൾ ആവും. പ്രത്യേകിച്ച് ഒരു ഇതുപോലുള്ളൊരു ഷോയിൽ വെച്ച് കാണുന്ന ഒരു വ്യക്തി ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എന്താണെങ്കിലും പേടിക്കും. രണ പേടിച്ച് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയിൽ തന്നെ ബിന്നിയെടുക്കെ കരഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, നൂറയോട് സംസാരിക്കുന്നു. അതിനുശേഷം ആര്യനോട് ഇത് ചോദിക്കാൻ ചെല്ലുമ്പം ആര്യൻ്റെ ഒരു പുച്ഛം ഉണ്ടല്ലോ, ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആര്യന്. ഈ ആറ്റിറ്റ്യൂഡിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട് അവിടെ, ജിസയിൽ. ഈ തെമ്മാടിത്തരം റെനയെടുക്കെ ഇവൻ കാണിച്ചിട്ടും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ജിസൈലിനെ ഞാൻ ഇന്നലെ കണ്ടു. ഒരു കാരണവശാലും ആ കേസിൽ ജിസൈലിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വയ്യ. കാരണം തെമ്മാടിത്തരമാണ് ആര്യം കാണിച്ചത്, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അവന്റെ ബെഡിൽ ഒരു പെൺകുട്ടി വന്ന് കിടന്നു. ആദ്യമേ നെവിൻ കിടക്കുന്നുണ്ട്, നെവിൻ ഒരു തട്ട് കൊടുക്കുമ്പോൾ നെവിൻ എണീറ്റ് പോകുന്നുണ്ട്. റെന പിന്നെ വന്ന് കിടക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് അത് എന്നൊരു ബോധം അവനുണ്ടാവണം അല്ലേ? അത് അവനുണ്ടായില്ല. അവൻ ആ പെൺകുട്ടിയോട് ചെയ്ത കാര്യം അത് എന്തൊക്കെയാണെങ്കിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത് രാവിലെ രണ ചോദിക്കുന്നുണ്ട്, പിന്നെ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല, പിന്നെ എല്ലാവരും അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി രണ കരച്ചിൽ തുടങ്ങി. അവസാനം ആര്യൻ സോറി പറയുന്നുണ്ട് നമ്മുടെ രണയെടുക്കെ. സോറിയൊക്കെ പറയുന്നതിന് മുമ്പ് അനീഷേട്ടൻ എടാ കള്ള, നീ വാ തുറന്നേ കള്ളം പറയത്തുള്ളൂ, നീ വാ തുറന്നാ കള്ളവേ പറയത്തുള്ളൂ, ഞങ്ങൾ റെനയുടെ കൂടെ നിൽക്കത്തുള്ളൂ എന്നൊക്കെ അനീഷ് ഒരു സൈഡിൽ കിടന്ന് കൂവുന്നത് ഞാൻ കണ്ടു. പിന്നെ വേറൊരു കാര്യം ഇവിടെ തന്നെ അങ്ങ് പറഞ്ഞു പോയേക്കാം, അനീഷേട്ടൻ്റെ ഗെയിം. അനീഷേട്ടനോട് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഈ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എല്ലാവരുമായിട്ട് സുഹൃത്താവണം, സുഹൃത്തുക്കളെ അക്സെപ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഷാനവാസുമായിട്ട് ഭയങ്കരമായിട്ട് ഇന്ന് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അനീഷേട്ടൻ്റെ ഗെയിം ചേഞ്ച് ആയി പോകാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് അത് മാത്രമേ ഉള്ളൂ പറയാൻ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻസി ടാസ്ക് ഞാൻ വിശദമായിട്ട് ഡിസ്കസ് അല്ലെങ്കിൽ പറഞ്ഞതാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. ജിഷിനാണ് അടുത്ത ക്യാപ്റ്റൻ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ താരം അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതായത് കിച്ചണിൽ നിന്ന് മല്ലിയില. ഞാൻ ലൈവിൻ്റെ ഒരു റിവ്യൂ കൊടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നെവിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? എല്ലാം നെവിന് വേണം. കിച്ചണിൽ കയറി മല്ലിയില പോലും വെറുതെ വിടുന്നില്ല. അവന് വേണം. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നതൊന്നും അവന് വേണ്ട. അവന് സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴും എന്തെങ്കിലും വേണം. ആ ഒരു നെവിൻ്റെ പരിപാടിയോട് ഞാൻ യോജിക്കുന്നില്ല. എന്താണെങ്കിലും ഒരു മല്ലിയില എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അനുമോൾ അവിടെ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്. അനുമോളാണ് കിച്ചൺ ക്യാപ്റ്റൻ. പറ്റില്ല, എടുക്കരുതെന്ന് പറഞ്ഞാലും അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഉടനെ ഷാനവാസ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി ചാടി വീണു. ഷാനവാസ് ചാടി കയറി വീണതൊക്കെ, പക്ഷേ എപ്പിസോഡിലും പ്രൊമോയിലും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഷാനവാസ് അങ്ങോട്ട് ചെന്നിട്ട് നെവിൻ ഒരു ബൗളും കൊണ്ടിരിക്കുകയാണ്. ആ ബൗളിലിട്ടൊരു തട്ട് അങ്ങോട്ട് തട്ടുന്നുണ്ട്. അപ്പുറം ഇരിക്കുന്ന ഗ്ലാസ്സിൽ ഇത് തട്ടി ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട്. ഷാനവാസ് ചെയ്തതും ശരിയല്ല, തെറ്റ് തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവിടുത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. ചെന്ന് തട്ടുകയാണ്, അത് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉടനെ അനുമോൾ അത് ചാടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഷാനവാസിക്ക നിങ്ങൾ ഇടപെട്ട്? ഞാൻ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ കിച്ചൺ ക്യാപ്റ്റനാ, പക്ഷെ നീ ചോദിച്ചിട്ടും അവൻ കാണിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ തട്ടിപ്പൊട്ടിച്ച് കളയുക. പിന്നെ ഒരു ദേഷ്യം അനീഷിനോടല്ല, നമ്മുടെ നെവിനോട് ഷാനവാസിനുണ്ട്. അത് വ്യക്തമായിട്ട് ഷാനവാസ് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു സാധനം തട്ടിപ്പൊട്ടിച്ച് കപ്പൊക്കെ താഴെ വീണ് പൊട്ടിയതിൻ്റെ വിഷയത്തിൽ ഷാനവാസും നെവിനും നല്ല രീതിയിൽ ഒന്ന് കൊമ്പ് കോർക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് ആദിലെ എടുക്കെ പോയിരുന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അവനെ ഞാൻ ബെഡിൽ നിന്ന് പണ്ടേ ഇറക്കി വിട്ടതാ, അവൻ്റെ ചില പരിപാടികൾ അത് ശരിയല്ല, അവൻ്റെ തൊടലും പിടിക്കലും ഒന്നും ശരിയല്ല എന്ന് ഷാനവാസ് ആദിലയോട് പറയുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അത് ഡിപ്പെൻഡ് ഓൺ പീപ്പിളാണ്. ഇപ്പം ആര്യനെ പോയിരുന്ന് കൈയൊക്കെ പിടിച്ചിങ്ങനെ ഒരസാറുണ്ട് നെവിൻ. ആര്യനെതിരായിട്ട് ഒരു പ്രശ്നമാക്കി എങ്ങും പറഞ്ഞിട്ടില്ല. അങ്ങനെ പല ആൾക്കാരെയും ചിലരെ ചെന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. എല്ലാവർക്കും നെവിനാ ചെയ്യുന്ന, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് എന്ന് വെച്ചിട്ട് നമ്മുടെ നെവിൻ്റെ ഒരു സെക്ഷുവാലിറ്റി ഒന്നും പറയാൻ അവൻ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളത് പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരു
കാട്ടായം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം ആണുങ്ങളോട് അത് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ എടുക്കണമെന്നില്ല, അതും കൂടെ ഇതിനകത്തൊന്ന് പറയണം. അപ്പോൾ അതങ്ങോട്ട് കഴിയുന്നുണ്ട്. ഷാനവാസിന്റെ അടുക്കെ ഷാനവാസ് അതിലിടയ്ക്ക് ഇത് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനീഷേട്ടൻ, ഷാനവാസ്, എനിക്ക് തോന്നുന്നു വേറെ ആരായിരുന്നു, ഉണിയിലാന്ന് തോന്നുന്നു, ഇവർ 3 പേരും കൂടെ, ജിഷിൻ, ഇവർ 3 പേരും കൂടെ ഇരിക്കുമ്പോൾ അനീഷ് ഷാനവാസിനെ ഉപദേശിക്കുന്നത് കാണുന്നുണ്ട്. ഉപദേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം കൺട്രോൾ ചെയ്യണം ഷാനവാസ്. ഒരു വഴക്കാകുമ്പോൾ, അതായത് ഈ നെവിനും ഷാനവാസും കൊമ്പ് കൊടുത്തപ്പോഴത്തേക്ക് ഇടയ്ക്കോട്ട് കയറി അനീഷാണ് പിടിച്ചു മാറ്റാനൊക്കെ നിൽക്കുന്നത്. കാരണം മുഖം ഇങ്ങനെ ഒട്ടി നിന്ന വഴക്കുണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൈവച്ച പണിപാളി. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് അനീഷ് പറയുന്നുണ്ട്. ദേഷ്യം കൺട്രോൾ ചെയ്യണം, ദേഷ്യം ആ സമയത്ത് കാണിച്ചോ, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ട് കളയണം, അത് ഉള്ളിലിട്ടോണ്ടിരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ ജിഷിൻ ഇത്രയും തുടങ്ങിയ ദിവസം തന്നെ, ക്യാപ്റ്റനായിട്ട് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അന്ന് തന്നെ വൃത്തികേട് കാണിക്കുന്ന ഒരു ക്യാപ്റ്റൻ. ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് ഉച്ചയ്ക്ക് ബാക്കി എല്ലാവരും ചപ്പാത്തി ചോറ് കഴിക്കുമ്പോൾ ചേട്ടന് ചപ്പാത്തി വേണം. അതും ക്യാപ്റ്റൻ തന്നെ, ഹൗസ് ക്യാപ്റ്റൻ ആണ്. കിച്ചണിൽ വേറെ കിച്ചൺ ക്യാപ്റ്റനുണ്ട്, കിച്ചൺ ടീമുണ്ട്. അവരെന്തെങ്കിലും വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഈ ക്യാപ്റ്റൻ അങ്ങനല്ല. ഈ ക്യാപ്റ്റൻ അതൊന്നും പറ്റത്തില്ല. ഈ ക്യാപ്റ്റന് സ്വന്തമായിട്ട് അങ്ങ് കുക്ക് ചെയ്യണം. കയറി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് റെന വന്ന് ചാടി വീഴുന്നുണ്ട്. റെനയ്ക്ക് നോൺ വെജ് വേണ്ട, റെനയ്ക്കും വെജാണ്, ഞാനും വെജാണ്. അപ്പം പുള്ളി ചോദിക്കുന്നു, നീ വെജ് അല്ലല്ലോ, നീ നോൺ വെജ് കഴിക്കുന്നില്ലേ? അപ്പം റെന പറയുന്നു, എനിക്ക് ഇന്ന് വെജ് മതി, എനിക്ക് വേണ്ട നോൺ വെജ്, ഞാൻ കഴിക്കുന്നില്ല, എനിക്കും ചപ്പാത്തി താ, നിങ്ങൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയല്ലേ, എനിക്കെന്താ? പുള്ളി സമ്മതിക്കുന്നില്ല. അവസാനം സമ്മതിച്ചു. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ നിനക്കും തരാം, പക്ഷേ നീ നോൺ വെജ് കഴിക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, അവൾ എടുത്തില്ല. റെനയ്ക്കായിട്ട് നോൺ വെജ് എടുത്തിട്ടില്ല. ബിന്നി കഴിക്കുമ്പോഴത്തേക്ക് ഒരു വാ കൊടുത്തു. ജിഷിൻ അപ്പത്തേക്ക് അങ്ങ് തുടങ്ങി, നീ നോൺ വെജ് കഴിച്ചു, നിനക്ക് ചപ്പാത്തി തരത്തില്ല. അല്ല, അങ്ങനെ റെനയ്ക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കളും ഉണ്ടാക്കി കഴിക്കരുത്, അതേ ഞാൻ പറയുള്ളൂ. കാരണം സെപ്പറേറ്റ് വെജ് കഴിക്കത്തില്ല, അപ്പൊ ചോറിന്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും വെജ് കറി ഉണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം ചപ്പാത്തിയും വെജ് കറിയും സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിക്കുക. ആ പരിപാടി പ്രത്യേകിച്ച് ഒരു ക്യാപ്റ്റൻ തന്നെ ചെയ്യുന്നതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് മറ്റേ ഓപ്പൺ നോമിനേഷൻ പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഓപ്പൺ നോമിനേഷൻ പറ്റി ഞാൻ വിശദമായിട്ട് ഇനിയും പറയുന്നില്ല. മറിച്ച് ഓപ്പൺ നോമിനേഷനിൽ ആദില നെവിൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് ഷാനവാസിന്റെ കേസ്, അതായത് ഷാനവാസ് നമ്മുടെ ആദില എടുക്ക പറഞ്ഞല്ലോ ഇരുന്ന്, അതായത് അവൻ്റെ തുടലും പിടിക്കലും ശരിയല്ലെന്ന്, അത് നമ്മുടെ ആദില പറയുന്നത് കേട്ടു. അത് ആദില പറയരുതായിരുന്നു. ഓക്കെ, അത് ആദില ഒരിക്കലും അത് പറയരുതായിരുന്നു. അത് ഷാനവാസായിട്ട് പോയിന്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് ആദില പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടെ സംസാരം വന്നു കഴിഞ്ഞു. നെവിനാണെങ്കിലും പറയുന്നുണ്ട്, ആദിലയുടെ പേര് നോമിനേഷനിൽ പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, അതായത് പ്രോഗ്രസീവ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഞാൻ എന്തോ തൊട്ടെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നെവിൻ്റെ തൊടല് അത് എല്ലാവർക്കും ഒരേപോലെ പിടിക്കണമെന്നില്ല. ഉള്ള കാര്യം ഞാൻ പറയുക. ഇതിപ്പം ആണുങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇല്ലേ? സ്ത്രീകൾക്കും മനസ്സിലാവും. പക്ഷെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ, എല്ലാവർക്കും ആ തൊടലും പിടിക്കലും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് രണ ഫാത്തിമ ഷാനവാസിന്റെ പേര് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് രണ കാര്യം പറയുന്നുണ്ട്. അതായത് ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസ് വന്നിട്ട് ഈ ഒരു കേസാണ് പറയുന്നത്, നെവിൻ്റെ തൊടലും പിടിക്കലും ശരിയല്ല, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇന്ന് രാവിലത്തെ ആ ഒരു സാധനം അകത്ത് കിടപ്പുണ്ട്, വഴക്ക്, മനസ്സിലായില്ലേ? അവനെ കിച്ചണിൽ നിന്ന് മറ്റേ മല്ലിയില എടുത്തുകൊണ്ട് പോയപ്പം അതിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഷാനവാസിന്റെ ദേഷ്യം. പക്ഷെ അത് പണ്ട് നടന്ന കാര്യത്തിലേക്കൊക്കെ അതൊക്കെ ഇവിടെ ഷാനവാസ് കൊണ്ടുവന്നു. അത് വളരെ ചീപ്പായി പോയി. അത് അന്ന് പറയേണ്ട കാര്യമായിരുന്നു. അന്ന് പക്ഷേ ഞാൻ ആദില പറയുന്നത് കേട്ടു. അന്ന് ആദിലല്ല, നൂറ, അന്നും നെവിൻ്റെ അടുക്ക ഡയറക്റ്റ് ആയിട്ട് ഷാനവാസ് ഇത് പറഞ്ഞായിരുന്നു, എന്നെ തുടരുത്, പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നൂറ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് ഇന്ന് വീണ്ടും ആ സാധനം എടുത്തുകൊണ്ട് വന്നത് അത് മോശമായിപ്പോയി, അത് ചീപ്പായിപ്പോയി. അന്ന് പറഞ്ഞത് ഓക്കെ, അന്ന് അതവിടെ കഴിഞ്ഞതാ. പിന്നെയും ഷാനവാസിൻ്റെ ഇടയ്ക്ക് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാനവാസ് നിന്നത് പറയാം, അല്ലെങ്കിൽ ഇന്നലെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ഇന്ന് രാവിലെ ഉണ്ടായ വഴക്കിന്റെ പേരിൽ ഈ ഒരു ഓപ്പൺ നോമിനേഷൻ സമയത്ത് പച്ചയ്ക്ക് അത് വിളിച്ചു പറഞ്ഞത് ശരിയായില്ല. ഓക്കെ, അത് തെറ്റാണ്. ആ ചെയ്തത് അന്നേ ഇത് പറയാമായിരുന്നു എന്ന് രണ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് കറക്റ്റ് കാര്യം തന്നെ. അതിനുശേഷം അബി വരുന്നുണ്ട്. അബി ഷാനവാസിന്റെ പേരാണ് പറയുന്നത്. എന്നിട്ട് അബി പറയുന്ന ഒരു കാര്യമുണ്ട്, നെവിൻ അന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയ സമയത്ത്, അതായത് എവിക്റ്റ് അല്ല, അവന് പോകണമെന്നും പറഞ്ഞ് അവൻ പുറത്തിറങ്ങി പോയ സമയത്ത് ഷാനവാസ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, എൻ്റെ ഒരു കോംബോയാണല്ലോ പോയെ, ഞാൻ അവനെ വെച്ച് കണ്ടന്റ് എന്നൊരു സാധനം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഷാനവാസിന് മിക്കവാറും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഈ ആഴ്ച വരുമ്പോൾ പിടിച്ചൊരു കൊട ഉടയാൻ സാധ്യതയുണ്ട്. അതിനുള്ള വകുപ്പ് ഷാനവാസും ഉണ്ടാക്കിയിട്ടുണ്ട്, ആര്യനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വരാം. ആര്യൻ രാവിലെ ആ ഒരു പരിപാടി അവിടെ സംസാരിച്ച് സോറി പറഞ്ഞ് തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നിൽക്കുക, അതിലേക്ക് വരാം. എന്താണെങ്കിലും അതിന് മുമ്പായിട്ട് നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ, ബിന്നി, ആര്യൻ, ആദില, ഷാനവാസ്, നെവിൻ, സാബുമാൻ, റെന, ലക്ഷ്മി, ഇത്രയും പേരാണ് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇത് കഴിയുമ്പോഴാണ് കഥ ഇവിടെയാണ് ട്വിസ്റ്റ്. ലക്ഷ്മി കുറച്ച് ദിവസമായിട്ട്, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മുടെ മസ്താനി പോയതിനു ശേഷം
ലക്ഷ്മി ഇതാണ് അവസ്ഥ. മിണ്ടാട്ടമില്ല, എവിടെ മിണ്ടണമെന്ന് അറിയത്തില്ല, മിണ്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളൊരു പേടി. ആ സാഹചര്യത്തിൽ ലക്ഷ്മി കളിച്ചൊരു ഗെയിമുണ്ട്. നെവിൻ കരയുന്നത് കണ്ടു എന്നും പറഞ്ഞ് നെവിൻ്റെ അടുക്ക പോയിരുന്നിട്ട് അതിലെ പോലെ അല്ല മോനെ നീ നല്ല കുഞ്ഞാണ് മോനെ നീ സുന്ദര തുന്തുടുകാടാ മോനെ നീ എന്നൊക്കെ പറയുന്ന ലക്ഷ്മിയെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ലക്ഷ്മിയുടെ കുഴി തോണ്ടുക. ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ്, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ലക്ഷ്മിക്ക് പറ്റുന്നില്ല. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, എനിക്കറിയത്തില്ല, ജസ്റ്റ് നമുക്ക് ഒരാളുടെ കാഴ്ച അല്ലെങ്കിൽ ഒരാളുടെ ആക്റ്റിൽ നിന്ന് അയാളുടെ സെക്ച്വാലിറ്റി നമുക്ക് പറയാൻ പാടില്ല. എങ്കിലും എനിക്ക് അത്ര ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല നമ്മുടെ നെവിൻ മോൻ. അപ്പം അങ്ങനൊരു വ്യക്തിയെ ലക്ഷ്മിക്ക് അംഗീകരിക്കാൻ പറ്റും. ആദില നൂറേനെ പറ്റുന്നില്ല. കാരണം പോയിരുന്ന് അവരങ്ങനെയല്ല, ആദില നൂറേനെ പോലല്ല നീ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ മുഖത്ത് നോക്കി തുപ്പാൻ തോന്നി ലക്ഷ്മി ചേച്ചിയുടെ. അപ്പം എന്താണെങ്കിലും അത് കഴിയുമ്പോഴാണ് വീണ്ടും ഈ രണ ആര്യൻ വഴക്കങ്ങോട്ട് തുടങ്ങുന്നത്. അത് നിർത്തിയതായിരുന്നു. അപ്പം ആര്യൻ അത് പറയുന്നതിന് ആര്യൻ വീണ്ടും ഈ ഒരു പ്രശ്നം എടുത്ത് പൊക്കാനുള്ളൊരു കാരണം ആര്യൻ പറയുന്നത്, ബിന്നി നോമിനേഷൻ ടൈമിൽ ഈ ഒരു കേസും പറഞ്ഞ് ആര്യനെ നോമിനേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ആര്യൻ വീണ്ടും ഇത് കുത്തിപ്പൊക്കിയെന്നാണ് ആര്യൻ പറയുന്നത്. അത് ബിന്നി അല്ലേ പറഞ്ഞത്, രണ ഫാത്തിമ അല്ലല്ലോ. പക്ഷെ രണ ഫാത്തിമ എടുക്കി ഇത് പറഞ്ഞ് ഇപ്പം വീണ്ടും പോയി കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ ക്യാമറയിലൊക്കെ വന്നിട്ട് ബിഗ് ബോസ് എൻ്റെ കുടുംബം നാണം കെടും ബിഗ് ബോസ്, ഇത് ചർച്ചാ വിഷയമാക്കണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ ഫസ്റ്റ് ഇവനെ പിടിച്ചങ്ങ് കീറും. കാരണം കാണിച്ചത് തെമ്മാടിത്തരമാണ്. രണ ഇവനെ പിടിച്ച് കടിക്കുമോ ഉമ്മ വെക്കുമോ ഒന്നും അല്ല ചെയ്തത്, ബെഡിലാ കയറി കിടന്നത്. അവളുടെ ഇപ്പറേ വന്നവന് കിടക്കായിരുന്നു, മനസ്സിലായില്ലേ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പറേ അവൻ തന്നെ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഉറങ്ങണമായിരുന്നു, എൻ്റെ ബെഡിൽ കയറി തൊട്ടിപ്പറേ കിടക്കായിരുന്നല്ലോ. ചെയ്തില്ല. അവളുടെ നെഞ്ചത്തൂടെ അവൻ്റെ പരിപാടിയും കൊണ്ട് അവൻ ഇറങ്ങി. അത് അത്ര നല്ല പരിപാടിയല്ല, അതിനെ ന്യായീകരിക്കാനും പറ്റത്തില്ല. വാവിട്ട് കരയുമായിരുന്നു നമ്മുടെ രണ ഫാത്തിമ. പിന്നെ രാവിലെയും കരച്ചിലായിരുന്നു. പിന്നെ ഈ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക്, നോമിനേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം വീണ്ടും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് പ്രത്യേകിച്ച് യു സ്ലെപ്റ്റ് വിത്ത് മീ എന്ന് പറയുന്നൊരു സാധനവും പറഞ്ഞു. വളരെ ചീപ്പായി പോയി. ആ ഒരു സാധനത്തിലൊക്കെ കനത്ത രീതിയിൽ രണ കരയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ജിസൈൽ നല്ല രീതിയിൽ ആര്യനെ സപ്പോർട്ടാണ്. ആര്യൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ജിസൈൽ സപ്പോർട്ടാണ്. ഇത് നീ വേറൊരു കാര്യം, രാത്രി ലൈവിലും ഇത് ചർച്ചയാണ് കേട്ടോ. രാത്രി ലൈവിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒന്ന് ആര്യന് കിട്ടിയാൽ ഒന്നെങ്കിൽ അനിമോൾ, ഇപ്പം അനിമോൾ ഇല്ലാത്തതുകൊണ്ട് രണയാണ് കിട്ടിയത്, രണയുടെ നെഞ്ചത്ത് കിടന്ന് അത് തന്നെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. രാത്രിയിലും ഇത് തന്നെ സംഭവിക്കുന്നത്. എന്താണെങ്കിലും ജിസൈൽ പറയുന്നുണ്ട് ഒനീലിന്റെ ഫാമിലിക്ക് ഇഷ്ടമായില്ല, ഒനീലിനെ മസ്താനി അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലക്ഷ്മി അത് പറഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ ഇവന്റെ ഫാമിലിക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പം ജിസൈലിനോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ, മസ്താനിയും ലക്ഷ്മിയും കൂടെ ഒനീലിനെതിരെ ചെയ്തത് എന്താണെന്ന് എല്ലാവരും കണ്ടതാണ്. ഓക്കെ, ആര്യൻ എന്താണ് രണയെടുക്ക ചെയ്തതെന്നും എല്ലാവരും കണ്ടതാണ്, ആര്യന്റെ കുടുംബം ഉൾപ്പെടെ. അതുകൊണ്ട് ആര്യന്റെ കാര്യത്തിൽ ലാലേട്ടൻ വന്നാൽ പോലും ലാലേട്ടൻ വന്നിട്ട് അവനെ ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയുള്ള അവനോട് ചോദിക്കാൻ, അവൻ്റെ ബെഡിൽ കയറി കിടന്നുറങ്ങാൻ അവൻ കയറി അങ്ങ് പിടിക്കുമോ? അല്ലെങ്കിൽ അവൻ ഒരു പെൺകുട്ടിയാന്ന് പോലും നോക്കാം അവളുടെ പുറത്തോട്ട് ഇങ്ങനെ കാണിക്കാൻ പോവോ? അവനപ്പുറേ കിടക്കാം. ഞാനതാ ചോദിക്കുന്നത്. ആ ബെഡ് നിറഞ്ഞങ്ങ് കിടക്കുമല്ലോ രണ ഫാത്തിമ, തൊട്ടപ്പുറേ കിടക്കാം. പക്ഷെ അവനത് ചെയ്തില്ല. ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ, കുറച്ച് ഇമ്മെച്യൂരിറ്റീസ്, ഇത് എനിക്ക് തോന്നുന്നു ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആര്യനെ മാക്സിമം രണാന്ന് നമ്മുടെ ജിസൈൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും രണാന്ന് നമ്മുടെ ജിസൈലും അക്ബറും കൂടെ ഇരുന്ന് ഈ ആര്യനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കുമ്പോൾ ജിസൈലും ആര്യൻ അക്ബറും രണ്ടുപേരും പറയുന്നുണ്ട് ഇവൻ ഇമ്മച്വേർഡ് ആണ്, അവൻ്റെ മോശം ചിന്താഗതിയൊന്നുമില്ല, അവൻ രണയുടെ നെഞ്ചത്തോട്ട് അങ്ങനെ കാണിച്ചു പോയതൊന്നും വേറെ വൃത്തികേടൊന്നും അവൻ വൃത്തികേട് വിചാരിച്ചിട്ടാണ് അത് ചെയ്തതെന്ന് ഞാനും പറയില്ല. ആര്യൻ അങ്ങനെ വൃത്തികേട് വിചാരിച്ച് ചെയ്യേണ്ട ഒരാളല്ല, കുറച്ചുകൂടെ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് അവൻ. പക്ഷേ അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ആക്റ്റുകൾ, ഇത് ശരിയല്ല. അത് അവൻ ആ ബോധമില്ലാത്തതുകൊണ്ട് അവനത് ചെയ്യുന്നത്, അത് വേറെ കാര്യം. ഇങ്ങനെ ബോധമില്ലാത്തവരവിടെ നിർത്തണമെന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. അങ്ങനെ ബോധമില്ലാത്ത അവിടെ നിൽക്കരുത്. കാരണം അവൻ ചെയ്യുന്നത് ശരിയല്ല. അത് മറ്റുള്ളവരെ എങ്ങനെ ഹേർട്ട് ചെയ്യുമെന്ന് അവൻ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം ഇതൊക്കെയാണ് ഇന്നലെ എപ്പിസോഡിലും പിന്നെ ഇന്നലെ പകല് ലൈവിലും മാക്സിമം ഈ കാര്യങ്ങളൊക്കെയാണ് നടന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ലൈവിൽ നടന്നതിനകത്ത് ഈ ഒരു യു സ്ലെപ്റ്റ് വിത്ത് മീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും പറയുന്നതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഈ ആര്യൻ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി എൻ്റെ കുടുംബം എൻ്റെ ഇത് ചോദിക്കണം, ആ സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ലൈവിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ല വൃത്തിക്കും വെടിപ്പുമായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് രാത്രിയിലും ഞാൻ പറഞ്ഞില്ല, രാത്രി ഇതാ ഇപ്പം ലൈവിലും ഇതൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഓരോ മൂലയിലും ഇതാണ് ചർച്ചാ വിഷയം. സത്യം പറഞ്ഞാൽ ഒനീലിൻ്റെ കേസ് വേറെ, അത് കണ്ടസ്റ്റൻസ് എപ്പോൾ മനസ്സിലാക്കുമെന്ന് അറിയത്തില്ല. കുറച്ച് പേർക്കൊക്കെ അത് അറിയാം. ഒനീലിൻ്റെ കേസ് വേറെ, ആര്യൻ്റെ കേസ് വേറെ.
അതാണ് ഇവിടെ ലാലേട്ടൻ വരുമ്പോൾ ഈ ആഴ്ച വലിച്ച് കീറാൻ പോകുന്നത്. ആര്യനെ തന്നെ കീറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണയെ എന്തു പറഞ്ഞ് കീറും? ഒരു ബെഡിൽ കയറി കിടന്നേനോ? അതിന് റണ ഫാത്തിമ വഴക്ക് പറയാൻ പോകും? എനിക്ക് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും കാര്യത്തിൽ ചിലപ്പോൾ റണ ഫാത്തിമ വഴക്ക് പറഞ്ഞാലും ഈ ഒരു കേസിൽ റണ ഫാത്തിമ വഴക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ബെഡിൽ ഒരാളുടെ മറ്റേ ബിഗ് ബോസ് ഹൗസാ അത്. ഒരാൾക്കും എഴുതി ബിഗ് ബോസ് കൊടുത്തിട്ടില്ല ഓരോ കട്ടില്. കിടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം അവൻ അവിടെ തന്നെ, അവൻ കിടന്ന ബെഡിൽ തന്നെ കിടക്കണമെങ്കിൽ തൊട്ടിപ്പറ അവന് കിടക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് റണ ഫാത്തിമ എണീറ്റ് അങ്ങ് പോകും. അവളുടെ ചൊറിച്ചിൽ കഴിയുമ്പോൾ ചൊറിയാൻ ചെന്നത് ആര്യനെ, അത്രേ ഉള്ളൂ. ആ ചൊറിച്ചിൽ കഴിയുമ്പോൾ അവളങ്ങ് പോയേനെ. പക്ഷേ അതിന് അവൻ കാണിച്ച ആക്ട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാനത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.